അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽസ് ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം അല്ലേ? ഏറ്റവും മികച്ച ടാക്ടിക്കൽ ബാറ്റിലിനാണ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ഒരുങ്ങാൻ പോകുന്നത്. ഫ്രാൻസ് സ്പെയിൻ മത്സരം ഇന്ന് രാത്രി നടക്കാൻ പോകുന്നു. അതിലെ വിന്നേഴ്സിനെ ഫൈനലിൽ നേരിടാനായിട്ട് ആരായിരിക്കും സാധ്യത എന്നുള്ളത് നമുക്ക് ടാക്ടിക്കലി പ്രീ മാച്ച് അനാലിസിലൂടെ നോക്കാം. നമ്മളിങ്ങനെ ഹൈപ്പൊക്കെ കൊടുക്കുമ്പോഴേ ഒപ്റ്റാ സ്റ്റാറ്റ്സ് പ്രകാരം പറയപ്പെടുന്നത് 51% ഇംഗ്ലണ്ടിൽ ഫൈനലിലേക്ക് കയറാൻ സാധ്യതയും 49% അർജന്റീനയും എന്നാണ്. ഒട്ടും വ്യത്യാസമില്ല അല്ലേ? വളരെ ഒരു പിൻ പോയിന്റ് വ്യത്യാസം മാത്രമാണ് ഒപ്റ്റേറെ പ്രഡിക്ഷൻ ഉള്ളത്. പക്ഷേ പ്രഡിക്ഷൻസ് മാത്രമാണ്. ഗെയിം റിസൾട്ട്സ് ചിലപ്പോൾ മറ്റു പലതും ആവാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിലെ ടാക്ടിക്കൽ സാധ്യത എന്നൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ ഷേപ്പിലേക്ക് വരാം. ഫോർമേഷനിലേക്ക് വരുമ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അർജന്റീന ഒരു 4-4-2 എന്നുള്ളൊരു ഫോർമേഷനിലാണെങ്കിലും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് വരുമ്പോൾ ഒരു 4-1-3-2 എന്നുള്ളൊരു ഷേപ്പിലേക്ക് അവർ പോകുന്നു. അവരുടെ ബേസിലേക്ക് ഒരു സെക്കൻഡ് മിഡ്ഫീൽഡർ സപ്പോർട്ടായിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ മെക്കാലിസ്റ്റർ ഡീപ്പായിട്ട് വരും. ഒരു 4-2-2 നാരോ ഷേപ്പിലേക്ക് അവർ പോകുന്നത് കാണാറുണ്ട്. ഇനി ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. 4-2-3-1 എന്നുള്ളൊരു ഷേപ്പാണ് അവർ ലിസ്റ്റ് ചെയ്യപ്പെടാന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി അതൊരു 4-4-2 ആയിട്ടാണ് ഇംഗ്ലണ്ട് പെരുമാറുള്ളത്. കാരണം ആ ഒരു ബെല്ലിംഗം കെയ്ൻ കോംബോ സ്പീർ ഹെഡ്സ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. ഇഞ്ചുറീസും കാര്യങ്ങളും വരുമ്പോൾ ഡെക്ലൻ റൈസിന് കുറച്ച് കൺസേൺസ് ഉണ്ട്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ ബുക്കായോ സാക്കയാണോ മെഡ്വെക്കയാണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം സാക്കയുടെ ഫിറ്റ്നസ് ലെവൽസിൽ വളരെയധികം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മെഡ്വെക്ക സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. കാരണം ഒരു ഡ്രിബിളറേയും അപ്പുറത്തെ സൈഡിൽ പേസ് വരുന്ന ആന്റണി ഗോർഡനും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നേരെ തിരിച്ചും ആവാം. അപ്പുറത്ത് റാഷ്ഫോർഡ് വരാണെങ്കിൽ ഇപ്പുറത്ത് സാക്ക വരാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ്. രണ്ട് ടീമിനും അവരുടെ കീ പ്ലേയേഴ്സ് നല്ല പോലെ പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള ഒരു ടൂർണമെന്റ് ആണിത്. മെസ്സി ആസ് ഓൾവേസ് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 17 ഗോളുകൾ ഈ ഒരു വേൾഡ് കപ്പിൽ അർജന്റീന സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൽ 8 മെസ്സിയുടെ ഭാഗത്തു നിന്നുള്ളതായിരുന്നു. അപ്പുറത്താവട്ടെ ഹാരി കെയ്നും ബെല്ലിങ്ങും 6 ഗോൾസ് ഈച്ച് വെച്ചിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ ഒരു ടീമിൽ നിന്നിട്ട് 2 പ്ലേയേഴ്സ് 6 ഗോൾസ് ഈച്ച് വെച്ചിട്ട് സ്കോർ ചെയ്യുന്നത്. അർജന്റീന ബിൽഡപ്പ് ഷേപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ത്രൂ ദ മിഡിൽ കളിക്കാൻ നോക്കുന്ന ഒരു ടീമാണ് അർജന്റീന എന്നുള്ളത്. കഴിഞ്ഞ വട്ടത്തെ ഈ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മാച്ചിന്റെ പൊസിഷണൽ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും അധികം സെൻട്രൽ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേറെ ടീം നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും അധികം ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ഈ ഒരു മിഡ്ഫീൽഡിലുള്ള പ്ലെയേഴ്സും ഫോർവേഡിലുള്ള പ്ലെയേഴ്സും പൊസിഷൻഡ് ആവാറ്. ഇതുകൊണ്ട് തന്നെ വൈഡർ ചാനൽസിൽ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് അർജന്റീനയ്ക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റാവുന്നതാണ്. പക്ഷേ അതിനുള്ള പ്ലെയർ പ്രൊഫൈൽസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു ചോദ്യചിഹ്നമാണ്. പലരും അർജന്റീനിയൻ ഫുൾ ബാക്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരെടുക്കുന്ന വർക്ക് ലോഡ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഫൈൽ ഓഫ് പ്ലേ എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ സ്പേസസ് മൊത്തം അറ്റാക്കിന് വേണ്ടി ഈറ്റപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ട്രാക്ക് ബാക്ക് ചെയ്ത് വന്ന് ഡിഫെൻഡ് ചെയ്യാനുമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്പെഷ്യലി അത്രയും ലോങ് ഡിസ്റ്റൻസസ് കവർ ചെയ്യേണ്ടി വരും. അത് ചുമ്മാ കവർ ചെയ്താൽ പോരാ, ഒരുപാടധികം പേസിൽ. കാരണം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും അധികം ത്രെറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പേസാണ്. ആന്റണി ഗോർഡൻ കിട്ടിലനായിട്ട് പേസുള്ള പ്ലെയറാണ്. ഇപ്പുറത്താണെങ്കിൽ സ്പെൻസ് ബെഞ്ചിൽ നിന്ന് വരാണെങ്കിൽ സ്പെൻസ് ഒരുപാട് ത്രെറ്റനിങ് ആയിരിക്കും. മെഡ്വേക്ക് ആയാലും പേസിൽ മോശമുള്ള പ്ലെയർ അല്ല. സോ എത്രത്തോളം അർജന്റീന അവരുടെ ഫുൾ ബാക്സിനെ ഫ്രണ്ടിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നു അത്രത്തോളം റിസ്ക് അർജന്റീന വഹിക്കുന്നതായിരിക്കും. ഇവിടെയാണ് അർജന്റീനയ്ക്ക് എത്രത്തോളം പൊസഷൻ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ചോദ്യചിഹ്നമാവുക. കാരണം സ്വിസ്സിനെതിരെ നമ്മൾ കണ്ടു, അവർക്ക് പൊസഷൻ കീപ്പ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഹാഫിലൊന്നും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വിസ് അർജന്റീന ഒരുപാട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിട്ട് അവരും ശ്രമിക്കുന്നത് പൊസഷൻ കീപ്പ് ചെയ്യാനായിരിക്കും. കാരണം കൂടുതൽ പൊസഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അർജന്റീന ആ ഒരു ലോ ബ്ലോക്കിലേക്ക് ഇരുത്തുകയും ട്രാൻസിഷണൽ ത്രെറ്റ് കുറയ്ക്കാനായിട്ടും ഇംഗ്ലണ്ടിന് ശ്രമിക്കാം. പ്രത്യേകിച്ച് അവരുടെ മിഡ്ഫീൽഡിൽ ബോൾ വിന്നേഴ്സ് ആയിട്ടുള്ള ഡെക്ലൻ റൈസും ബെല്ലിങ്ങും ആൻഡേഴ്സണും ഉണ്ട്. വളരെയധികം അഗ്രസീവായിട്ട് ഫിസിക്കാലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നൊരു മിഡ്ഫീൽഡ് ട്രയം കൂടിയാണ് അവരുള്ളത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ടുള്ള മെസ്സിയിൽ നിന്നിട്ട് തുടങ്ങാം. ഇംഗ്ലണ്ടിനെതിരെ മെസ്സിക്ക് എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും അർജന്റീന എങ്ങനെയാണ് ഡേഞ്ചറസ് ആവുന്നുള്ളത് നമുക്ക് നോക്കാം. മെസ്സിയിലേക്ക് വരുമ്പോൾ ബിൽഡപ്സിൽ ഒരുപാട് തവണ ഈ പറയുന്ന റൈറ്റ് വിങ് പൊസിഷനിലേക്ക് മെസ്സി പോകുന്നത് കാണാറുണ്ട്. മെസ്സി അല്ലെങ്കിൽ ഡീപ്പോളായിരിക്കും വൈഡർ ചാനൽസിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഉപയോഗപ്പെടുത്താനായിട്ട് അർജന്റീനയ്ക്ക് സാധിക്കാറില്ല. കാരണം ഹെസിറ്റൻ്റ് ആയിട്ടുള്ള ഫുൾ ബാക്ക് ഉള്ളതിനാലും ഓവർലാപ്സ് ചെയ്യാനായിട്ട് വളരെയധികം വിട്ടുനിൽക്കുന്ന മൊളീന ആയതുകൊണ്ടും അവിടെ കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാനായിട്ട് മിഡ്ഫീൽഡിൽ നിന്നിട്ട് ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഫോർവേഡിൽ നിന്നിട്ടുള്ള വേറെ പ്ലെയറോ വരണം. ഇതിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അർജന്റീന ഇന്നത്തെ രാത്രിയുടെ ഗെയിമിൽ കാണേണ്ടിയിരിക്കുന്നു. കാരണം അധികം ബാക്കിൽ നിന്നിട്ട് പ്ലേ ഔട്ട് ചെയ്യുന്നൊരു ടീമല്ല അർജന്റീന എന്നുള്ളത്. കഴിഞ്ഞ വട്ടത്തെ സ്വിസ്സിനെതിരെയുള്ള മാച്ച് എടുത്താൽ നോക്കിയാൽ കാണാം, ഒരുപാടധികം ലോങ് പോകുന്നത് കാണാം. ഈ ലോങ് പോകുന്നത് എന്തുകൊണ്ടാണ്? അർജന്റീന ഇങ്ങനെ ലോങ് പോകുന്നത് അവരുടെ ഷേപ്പിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടുകൂടിയാണ്. കാരണം എന്താ, സെൻറ്റർ ഓഫ് ദ പിച്ചിൽ അവർക്ക് ഒരുപാടധികം പ്ലെയേഴ്സ് ഉണ്ട്. ഈവൻ ലോങ് പോകുമ്പോഴും സെക്കൻഡ് ബോൾസിന് എത്തിപ്പെടാനായിട്ടും ആ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് അറ്റാക്കിനും അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഗേർഡ് ആയിട്ടുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് അറ്റാക്കിനും സാധിക്കും. കൂടുതലും ഹൂലിയൻ അൽവാരസ് ആണ് ഫസ്റ്റ് കോൺടാക്റ്റിനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാറ്.
അതിന് തൊട്ട് പിന്നിൽ മെസ്സിയും ബാക്കി മിഡ്ഫീൽഡേഴ്സ് വരുമ്പോൾ സെക്കൻഡ് ബോൾസ് സെക്യൂർ ചെയ്യാനായിട്ട് അർജന്റീന ശ്രമിക്കും. ഇനി ഇങ്ങനെ ഒരു ഷേപ്പിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധികം പ്ലേയേഴ്സ് സെൻട്രലി ഉള്ളതിനാൽ ലോങ് ബോൾസിൽ നിന്ന് വരുന്ന ട്രാൻസിഷൻസിൽ എക്സ്പോസ്ഡ് ആവുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒട്ടും എക്സ്പോസ്ഡ് ആവില്ല എന്നുള്ളത് പറയുന്നത്, വൈഡ് ചാനൽസിൽ എക്സ്പോസ്ഡ് ആയിരിക്കും. പക്ഷെ എന്നില്ലാലും അവർക്ക് ത്രൂ ദ മിഡിൽ പ്ലേ ചെയ്യാനും പെനട്രേഷൻസ് ഈസി ആയിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ടും ഈ സെൻട്രൽ സോൺസ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഈ പറയുന്ന പലപ്പോഴും മെസ്സി ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഈ പറയുന്ന ചാനൽസിലേക്ക് ബോളുകൾ സ്പ്രെഡ് ചെയ്യുന്നത് കാണാം. വൈഡ് ചാനൽസിലേക്കാവാം, അല്ലെങ്കിൽ ഹൈ അപ്പ് ദ പിച്ച് ആയിട്ടുള്ള എൽവാരസിലേക്കോ എൻസോനെ ഫൈൻഡ് ചെയ്യുന്നതാക്കാം. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ബാക്കി മിഡ്ഫീൽഡേഴ്സ് പൊസിഷൻ ചെയ്യുമ്പോൾ മെസ്സി അത്രയും അധികം ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് റിസീവ് ചെയ്യുന്നു. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏറ്റവും അധികം കിടിലനായിട്ട് പ്ലേ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറും കൂടിയാണ് മെസ്സി എന്നുള്ളത്. അദ്ദേഹം കാണുന്ന വിഷൻ, പാസസ്, ബ്രേക്ക് ചെയ്യുന്ന ലൈൻസുകൾ എന്നൊക്കെ പറയുന്നത് ബാക്കി പ്ലേയേഴ്സിന് ചിന്തിക്കാൻ പറ്റുന്ന രീതിക്ക്. ഇതിനാൽ തന്നെ മെസ്സിയും അർജന്റീനയും ഓപ്പോസിഷനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആർ യു ഗോണ ഫോളോ മെസ്സി എന്നുള്ളത്. കാരണം മെസ്സിയെ മാൻമാർക്ക് ചെയ്യുമോ നിങ്ങൾ, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് അർജന്റീന നാളെ ഇംഗ്ലണ്ടിനോട് ചോദിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ മാൻമാർക്ക് ചെയ്യില്ല എന്നുണ്ടാണെങ്കിൽ ഈ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട്, ഇനിയിപ്പോൾ അങ്ങനെ മാൻമാർക്ക് ചെയ്യാൻ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡ്ഫീൽഡിലേക്ക് വന്നിട്ട് ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മെസ്സിക്ക് സാധിക്കും. അത്രയും അധികം ഡീപ്പായിട്ട് വന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് പാസിംഗ് പ്രോഗ്രഷനിലൂടെ അർജന്റീന മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും മെസ്സിക്ക് സാധിക്കും. സോ മോസ്റ്റ് പ്രോബബ്ലി ഇംഗ്ലണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാൻമാർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു സോണലായിട്ടുള്ള മാൻമാർക്കിംഗ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. ഒരു സോൺ വരെ മെസ്സിയെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് മെസ്സി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് വിടുക, കോമ്പാക്റ്റ് ആയിട്ട് മിഡിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇംഗ്ലണ്ട് ശ്രമിക്കുന്നുണ്ടാവുക. മെസ്സി ഏറ്റവും അധികം ഡേഞ്ചറസ് ആവുന്നത് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വരുമ്പോഴാണ്. ആ ഒരു ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് മെസ്സി പൊസിഷൻ ചെയ്യുമ്പോൾ കൂടുതലും മാർക്ക് ഗഹിക്കായിരിക്കും മെസ്സിയെ ബാക്കിൽ നിന്നിട്ട് പ്രഷർ അപ്ലൈ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടാവുക. ഇതെങ്ങനെയാണ് ഇംഗ്ലണ്ടിന് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുക? ഇംഗ്ലണ്ട് മെസ്സിയെ റിസ്ട്രിക്ട് ചെയ്യുന്നതിന്റെ സക്സസ് മാർക്ക് ഗഹിയോടൊപ്പം തന്നെ ആൻഡേഴ്സൺ എങ്ങനെ പെരുമാറുന്നു അനുസരിച്ചിരിക്കും. ആൻഡേഴ്സൺ ഓർ റൈസ് വൈസ് വേഴ്സ വന്നായിരിക്കാം. ആരാണ് മെസ്സിയെ ലോക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കേപ്പബിൾ എന്നുള്ള രീതിക്ക് ടൂക്കൽ ചിലപ്പോൾ പൊസിഷൻസ് മാറ്റിയേക്കാം. എന്നിരുന്നാലും ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിലുള്ള ആ ഒരു സെന്റർ ബാക്കും സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിൽ വരുന്ന ഒരു മിഡ്ഫീൽഡറും ആയിരിക്കും ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആന്റണി ഗോർഡന്റെ സപ്പോർട്ട് വേണ്ടി വരും. ഇതെങ്ങനെയാണ് ഇവർക്ക് ചെയ്യാൻ കഴിയുക? മെസ്സി ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് റിസീവ് ചെയ്യുമ്പോൾ ഹാഫ് ടേൺസിൽ റിസീവ് ചെയ്യാൻ സമ്മതിക്കാതെ, ടേൺ ചെയ്യാൻ സമ്മതിക്കാതെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മെസ്സിയുടെ ഫസ്റ്റ് ടച്ച് എപ്പോഴും പുറത്തേക്ക് എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 5000-10,000 അനാലിസിസും മറ്റു കോച്ചസിന്റെ പരിശ്രമവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇന്നും ഒരു കോച്ചിനും ഒരു ടീമിനും പൂട്ടാൻ പറ്റാതെ ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്താണ് അവർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ മെസ്സിക്കെതിരെ പറയാൻ കഴിയുള്ളൂ. സ്റ്റിൽ അദ്ദേഹത്തിന്റെ വഴികൾ കണ്ടെത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. എന്നിരുന്നാലും പറഞ്ഞു പോകുന്നു, ഫസ്റ്റ് ടച്ച് പുറത്തേക്ക് എടുത്തു വരുമ്പോൾ അതേ സമയം തന്നെ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിലെ ഒരു മിഡ്ഫീൽഡർക്ക് കഴിയുകയാണെങ്കിൽ അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ടേൺ ഓവേഴ്സിന് സാധ്യത ഉണ്ടാക്കും. ഇനി അങ്ങനെയുള്ള ടേൺ ഓവേഴ്സ് സംഭവിക്കുമ്പോഴാണ് പെരേഡസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവും എന്നുള്ളത് നമുക്ക് അർജന്റീനയ്ക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മെസ്സി അവിടെ ബോൾ ലൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഞാൻ 10 ലൂസ് ചെയ്യുന്നല്ല പറയുന്നത്, ചിലപ്പോൾ 10-ൽ 2 ആവാം, 1 ആവാം. പക്ഷെ ആ ഒരൊറ്റ ബോൾ ആയാൽ പോലും കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ആ ബോൾ വിൻ ചെയ്യാനായിട്ട് പെരേഡസിന്റെ പൊസിഷനിങ്ങും ഡിസ്റ്റൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പെരേഡസ് ഒരുപാടധികം ഡിസ്കണക്റ്റഡ് ആണ് മെസ്സിയിൽ നിന്നിട്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെക്കാലിസ്റ്റിന്റെ പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് ആവും. പക്ഷെ എന്നിരുന്നാലും ഈ രണ്ട് പ്ലേയേഴ്സ് സ്ട്രക്ചറിൽ നിന്നിട്ട് ഡിസ്ലൊക്കേറ്റഡ് ആണെങ്കിൽ അർജന്റീന ട്രാൻസിഷൻസിൽ വില കൊടുക്കാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. കാരണം ആ ഒരു പ്രഷറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റിയൊരു പ്ലെയർ പ്രൊഫൈലാണ് ബെല്ലിംഗം എന്നുള്ളത്. അതേസമയം തന്നെ ആന്റണി ഗോർഡൻ ഇൻ ബിഹൈൻഡ് ത്രെറ്റ് കൊടുക്കാനായിട്ട് പറ്റും, പേസ് കൊണ്ട് ബീറ്റ് ചെയ്യാനും പറ്റും. ഫുൾ ബാക്സിനെ പുഷ് ചെയ്യുന്ന ഒരു രീതി അർജന്റീനയ്ക്ക് ഉള്ളതിനാൽ ആ വൈഡ് ചാൻസിൽ എപ്പോഴും ട്രാൻസിഷൻസ് ഓൺ ആയിരിക്കും. ഇനി മെസ്സി ചെയ്യുന്ന വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, മെസ്സി ഈ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിന്റെ ഫ്രണ്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ മറ്റ് പ്ലേയേഴ്സ് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിനെ ഒക്യുപ്പൈ ചെയ്യും. ഇൻ ബിറ്റ്വീൻ ലൈൻസ് പൊസിഷൻ ചെയ്യുമ്പോഴും മെസ്സി ആ ഡയഗണൽസ് കണ്ടെത്തുന്നു. ആർക്കാണ് മെസ്സി കണ്ടെത്താറ്? എൻസോ ഫെർണാണ്ടസും മെസ്സിയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കണക്ഷനുമാണ് ആ ഒരു ഡയഗണൽസിലൂടെ നടപ്പാക്കാറ്. അങ്ങനെ നടപ്പാക്കുമ്പോൾ ഈ പറയുന്ന ടാഗ്ലിഫിക്കോ ഓവർലാപ്സ് നടക്കുകയും അല്ലെങ്കിൽ വിഡ്ത്ത് ഹോൾഡ് ചെയ്യുന്ന ടാഗ്ലിഫിക്കോ അവിടെ ഓണാവുകയും ചെയ്യും. അവിടെ നിന്നിട്ട് ക്രോസസ് കൊടുക്കുമ്പോൾ ഡീപ്പിൽ നിന്നിട്ട് റണ്ണേഴ്സിനെ കൊടുക്കാനായിട്ട് അർജന്റീനയ്ക്ക് സാധിക്കും. ഈ പറയുന്ന മെക്കാലിസ്റ്റർ ആയാലും എൻസോ ഫെർണാണ്ടസ് ആയാലും ഹെഡേഴ്സിൽ പേര് കേട്ടിട്ടുള്ള പ്ലേയേഴ്സ് ഒന്നല്ല, പക്ഷേ അവരെ കൊണ്ട് കഴിയും എന്നുള്ളത് ഈ വേൾഡ് കപ്പിൽ അവർ ഹെഡേഴ്സ് സ്കോർ ചെയ്തിട്ട് കാണിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇംഗ്ലണ്ടിലേക്ക് വരാം. ഏറ്റവും അധികം ഇംഗ്ലണ്ടിന് സാധ്യത കൽപ്പിക്കുന്നത് എന്താണ്? മെസ്സിയെ വെച്ചുള്ള അർജന്റീന എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നുള്ളത്. ഇതിന് അർജന്റീനയ്ക്ക് അവരുടേതായ പോരായ്മകളുണ്ട്. പക്ഷേ ഈ പോരായ്മകളെ കവറപ്പ് ചെയ്യാനായിട്ട് ബാക്കി പ്ലേയേഴ്സിന്റെ പൊസിഷനിങ്ങും എഫേർട്സും എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ്. അതിനാൽ തന്നെ ഇത് ഇംഗ്ലണ്ടിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ചിരിക്കും നാളത്തെ ഗെയിം സ്റ്റേറ്റ് എന്നുള്ളത്. എത്രത്തോളം പൊസിഷൻ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് ചാനലും ലെഫ്റ്റ് ഹാഫ് സ്പേസ് ചാനൽസും
അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിരിക്കും അവരുടെ റിസൾട്ട്സ് എന്നുള്ളത്. സ്വിറ്റ്സർലൻഡ് അത് കാണിച്ചു തന്നാണ്. ഓവർലോഡ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ക്രിയേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് സെൻറ്റർ ബാക്സിനെ ഡ്രോൺ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ഇംഗ്ലണ്ടിന് അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് നിക്കോ റൈലിയുടെ അണ്ടർ ലാപ്സും ഓവർ ലാപ്സും മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടധികം കൺഫ്യൂഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെയാണ് നാളെ ജോൺ സ്റ്റോൺസും മാർക്ക് ഗെഹിയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നു. മാർക്ക് ഗെഹിക്ക് ലൈൻസ് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ജോൺ സ്റ്റോൺസ് സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ജോൺ സ്റ്റോൺസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബോൾ പ്ലേയിങ് എബിലിറ്റി കൊണ്ടാണ്. അതേപോലെ തന്നെ ഹൈ ആയിട്ടുള്ള ലൈനാണ് അർജന്റീന കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആന്റണി ഗോർഡൻ ഇൻ ബിഹൈൻഡ് ആ സോണിൽ നിന്ന് പ്ലേ ചെയ്യാനായിട്ട് ഇംഗ്ലണ്ട് ശ്രമിക്കണം. അതിന് ഈ പറയുന്ന സെൻറ്റർ ബാക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് വരുന്നതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എപ്പോഴും ഈ പറയുന്ന ഇംഗ്ലണ്ട് ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ആംഗിൾസ് കണ്ടെത്താനും അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡറായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇൻ ബിഹൈൻഡ് ശ്രമിക്കുന്നതാവും അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ടിനുള്ള പല പ്ലാനുകളിൽ നിന്നിട്ട് ഒരു പ്ലാൻ. കാരണം മൊളീനയാണ് അവിടെ ഉള്ളത്. മൊളീന ഈ പറയുന്ന പോലെ 1v1 ബീറ്റ് ചെയ്യാനായിട്ട് ആന്റണി ഗോർഡന് സാധിക്കുമെങ്കിൽ ഇൻ ബിഹൈൻഡ് സ്പേസസ് ഉണ്ടെങ്കിൽ തൻ്റെ പേസും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സോണിൽ പലപ്പോഴും ഫുൾ ബാക്കിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട് ഡീപ്പോൾ നിർബന്ധിതനാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വൈഡർ ചാനൽസിൽ 1v1 എളുപ്പമാക്കി കിട്ടാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കും. ഇതിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ പ്രോപ്പറായിട്ടുള്ള വിങ്ങർ വിഡ്ത്ത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഒരു വിങ്ങർ വിഡ്ത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു 1v1 സിറ്റുവേഷൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ ഒരു ടീമിന് സാധിക്കും. അതേപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും ബെല്ലിങ്ങും ആ ഒരു സോൺസിൽ ഡ്രിഫ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. കാരണം ഈ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ് ബെല്ലിംഗം എന്നുള്ളത്. ആ ഒരു ഷോർട്ട് സ്പേസസിൽ അവിടെ ക്രിയേറ്റ് ചെയ്യാനും ഇൻ ബിഹൈൻഡ് പാസസ് കൊടുക്കാനും ലൈൻസ് ബ്രേക്ക് ചെയ്യാനൊക്കെ ആയിട്ടും ബെല്ലിംഗത്തിന് കഴിവുണ്ട്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ട് സ്വിച്ചസ് നടത്തുകയാണെങ്കിൽ ബെല്ലിംഗത്തിന് ആ ഒരു സോണിൽ നിന്നിട്ട് ബോക്സിലേക്ക് റണ്ണുകൾ നടത്താനും ഹെഡേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. പ്രത്യേകിച്ച് മെഡോയ്ക്ക് ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ ആണ്. അവിടെ നിന്ന് ക്രോസസ് കൊടുക്കാനായിട്ടും ലിസാൻഡ്രോ മാർട്ടിനെസിനെ ടാർഗറ്റ് ചെയ്യാനായിട്ടും അവർ ശ്രമിക്കുന്നുണ്ടാവും. ഈ സെറ്റ് പീസസിൽ നാളെ ഇംഗ്ലണ്ട് ഒരുപാടധികം അർജന്റീന വെള്ളം കുടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ടോളായിട്ടുള്ള പ്ലേയേഴ്സ് അവിടെയുണ്ട്, ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സ് അവിടെയുണ്ട്. സോ ഡാൻ ബേണൊക്കെ ഇനിയിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരികയാണെങ്കിൽ പോലും അതൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഇംഗ്ലണ്ടിന് കണക്കാക്കാം. പിന്നെ എത്രത്തോളം ഇംഗ്ലണ്ടിന് ഹാരി കെയ്നെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതനുസരിച്ചിരിക്കും അവരുടെ ബിൽഡപ്പിലെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. കാരണം ഹാരി കെയ്ൻ ഈ പറയുന്ന പോലെ മിഡ്ഫീൽഡിലേക്ക് വന്നിട്ട് ഓവർലോഡ് സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്താനായിട്ട് ആന്റണി ഗോർഡൻ ഉണ്ടാവും. സോ ഇതാണ് മേജർ കോമ്പിനേഷൻസ് രണ്ട് ടീമിൽ നിന്നിട്ടും വരാൻ പോകുന്നത്. മികച്ചൊരു ഗെയിം ആയിരിക്കും, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗെയിം ആയിരിക്കും. ഈ പറയുന്ന പ്രൊഫൈൽസുകളൊക്കെ നാളെ മിന്നി തിളങ്ങട്ടെ. കാരണം അത്രയും നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള മാച്ച് നമുക്ക് കാണേണ്ടതുണ്ട്. ഹോപ്പ്ഫുള്ളി ഞാൻ സ്പെയിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും അർജന്റീന സ്പെയിൻ മത്സരം ഫൈനലിൽ കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്നത്തെ രാത്രി സ്പെയിൻ്റെ മത്സരത്തിനനുസരിച്ച് ഇരിക്കും അത്. പക്ഷെ എന്നിരുന്നാലും ആര് വന്നാലും നല്ല മത്സരം കാണണം. അതാണ് ഇൻ്റർനാഷണൽ ഫുട്ബോളിൻ്റെ ഭംഗിയും. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു 2-2 എന്നുള്ളൊരു ഫുൾ ടൈം സ്കോറിന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. പിന്നെ ഒരു എക്സ്ട്രാ ടൈമിലേക്ക് ഗെയിം പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രഡിക്ഷൻസ് താഴെ പറയുക. ആരായിരിക്കും ഗോൾ സ്കോറേഴ്സ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസിൻ്റെ മാച്ച് അനാലിസിസ് ആയിട്ട് കാണുന്നവരെ ഞാൻ ബൈ പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ബൈ. താങ്ക് യു.